ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ എഞ്ച ടൈമിൽ വാവ നല്ല ഉറക്കമായിരുന്നു. ഇപ്പം ഞാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്യമ്മേരെ വീട്ടിലാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മോർണിംഗ് എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് കിടന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ മോർണിംഗ് തന്നെ പീരീഡ്സ് ആയ ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂടൊക്കെ പോയി കൂട്ടാ. പ്രത്യേകിച്ച് തണ്ടൽ വേദനയും പിന്നെ അതുപോലെ തന്നെ ബോഡി പെയിനും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാൻ ആദ്യ ടൈമിൽ പീരീഡ്സ് ആയ ഫസ്റ്റ് ടൈം തൊട്ടേ ഉള്ള എൻ്റെ കൂടെപ്പിറപ്പ് എന്ന് പറയണ പോലെ എൻ്റെ കൂടെ കുറേ അധികം സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. വയറുവേദന, അതുപോലെ തന്നെ വൊമിറ്റിങ്, തലകറക്കം, ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറയായിരുന്നു, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് അതൊക്കെ മാറുന്നു. എവിടെ മാറാൻ, ഒരു പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് ഇപ്പോൾ 7 മാസമായി. ഇതുവരെ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും മാറിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ വാവ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാവേനെ എടുത്ത് കുറച്ചധികം നേരം നടന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ വല്യമ്മ ഭയങ്കര തകൃതിയായിട്ടുള്ള പണിയിലാണ് കേട്ടോ. വല്യമ്മ നന്നായിട്ട് പാചകം ചെയ്യും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വല്യമ്മയുടെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് എനിക്ക് അമ്മാമ്മയുടെ കൈപ്പുണ്യൊക്കെ കിട്ടിയുള്ളത് വല്യമ്മയ്ക്കാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. അങ്ങനെ വല്യമ്മ ഉണ്ടാക്കണ ഫുഡ് കഴിക്കണം എന്നായിരുന്നു എനിക്കിങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ വലിയൊരു ആഗ്രഹം കേട്ടോ. പക്ഷെ അതൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു സാധനം കഴിക്കാൻ പറ്റിയിരുന്നില്ല. അമ്മ അതിൽ ഛർദിയായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് എനിക്കൊന്നും കുറഞ്ഞത്. അങ്ങനെ അപ്പോൾ വാവ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഈ ചിരിക്കണത്. അവൻ്റെ ഫേസ് തന്നെയാണല്ലോ അതിൽ കാണുന്നത്. അങ്ങനെയാണ് ആൾ ചിരിക്കണത്. വാവയ്ക്ക് നമ്മളിപ്പോൾ ദോശയും കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അവന് നമ്മൾ കുറുക്കും അതുപോലെ തന്നെ പഴം, ആപ്പിൾ അങ്ങനെയുള്ള സംഭവങ്ങളെ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് വാവേനെ എണ്ണ തേപ്പിക്കലും കുളി പരിപാടിയൊക്കെ വല്യമ്മയാണ് ഏറ്റെടുത്തുള്ളത്. കാരണം എനിക്ക് അത്രയും ബാക്ക് പെയിൻ ആയിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വല്യമ്മോട് ചെയ്തോന്ന്. അങ്ങനെ അതാണ് കേട്ടോ എൻ്റെ മോന്ത ഒരുമാതിരിയായിട്ട് ഇരിക്കണത്. നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം 2000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ഈ മാസം ഒന്ന് എത്തിക്കണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. മെയിനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടത് തന്നെ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ എപ്പോഴെങ്കിലും കിട്ടുന്നല്ലേ പറയാം. വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ജിഷ്ണുവേട്ടൻ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഞാനും ജിഷ്ണുവേട്ടനും കൂടി ഒന്ന് പുറത്ത് പോയി. ഉണ്ണീനെ അമ്മയുടെയിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാവേനെ അങ്ങനെ എല്ലായിടത്തേക്കും പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ബൈക്കും ആയതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകാണ്ടിരുന്നത്. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ അങ്ങനെ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയോട് കൂടിയിട്ട് മഴ ചാറാൻ തുടങ്ങി. മഴ പിന്നെ അത് നല്ല മഴയിലേക്കായിട്ടാണ് അവസാനിച്ചത്. പക്ഷെ ഞങ്ങൾ അതൊന്നും വകവെച്ചില്ല. ഞങ്ങളോടല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ വണ്ടിയുമ്മ പോകേണ്ടടത്തേക്കൊക്കെ പോയിട്ടാണ്. കാരണം നമ്മൾ വല്ലയിടത്തും കയറി നിന്ന് മഴ തോന്നുന്നത് നോക്കി നിന്നാൽ ചിലപ്പോൾ ഉണ്ണി വാശി പിടിച്ചിട്ട് പിന്നെ അമ്മയുടെ വിളി വരും. അതിന് മുമ്പ് നമുക്ക് എന്തായാലും വീട് പിടിക്കണം. അപ്പോൾ മഴ നനയുന്ന ലക്ഷ്യം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മഴ കൊള്ളാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആദ്യം പോയത് മാർക്കറ്റിലേക്കാണ് കേട്ടോ. ചിക്കൻ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ പോയി ചിക്കനൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വാവയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്റ്റാർ ബഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബേബി ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടേക്കാണ് കേട്ടോ പോയത്. നമ്മളിവിടെ അടുത്തൊന്നും ഫസ്റ്റ് ക്രൈയോ അങ്ങനത്തെ ഷോപ്പൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചാവക്കാട്ടിക്കോ അല്ലെങ്കിൽ കുന്നംകുളത്തേക്കോ ഒക്കെ പോകണം. അത് ഈ മഴയത്ത് നടപടിയാവണ ഒരു കാര്യമായിരുന്നില്ല എന്ന് തോന്നിയിട്ടാണ്. പക്ഷേ ഈ ഷോപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിധം ഡ്രസ്സ് ഐറ്റംസ് ആണെങ്കിലും ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ടോയ്സ് ആണെങ്കിലും നമ്മളിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് മേടിച്ച് കൊടുക്കാനാണെങ്കിലും കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം എൻ്റെ കൈ അങ്ങോട്ട് പോകും. ഇതിൽ തന്നെ കുറേ അധികം ഐറ്റംസ് നമ്മൾ വാവയ്ക്ക് ടോയ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ അധികം അൽക്കുലത്ത് സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ നമ്മുടെ കൈ പോകും അവിടെ എത്തിക്കഴിഞ്ഞാൽ. അതാണൊരു പ്രത്യേകത. അപ്പോൾ ജിഷ്ണുവേട്ടൻ പറയുന്നുണ്ട് ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ സെക്ഷൻ, ജിഷ്ണുവേട്ടൻ വേറെ സെക്ഷൻ, അങ്ങനെ രീതിയിലാണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നായിരുന്നത്. പിന്നെ കുറേ ഈ മെയിനായിട്ട് ടോയ്ക്ക് തന്നെ അവിടെ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാവയ്ക്ക് ഹൈ ചെയർ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നോക്കി ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് പോകാൻ നിന്നു കേട്ടോ. തിരിച്ച് പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് വെച്ചില്ല. ഞാൻ ആ മഴയൊക്കെ കൊണ്ടു. ഇഷ്ടമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഹെൽമെറ്റെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്കുള്ളത് രാവിലെ കിട്ടും ചെയ്തു ഇന്ന് രാവിലെ. കാരണം അമ്മാതിരിയായിരുന്നു തൊണ്ടവേദന ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലെത്തിയിട്ട് ഒരു ഷോപ്പിംഗ് കൂടും കയറാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങി
പിന്നെ നേരെ നമ്മുടെ ഇല്ലം പിടിച്ചു കൂട്ടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഷൂട്ടൊന്നും ചെയ്തില്ല. കാരണം പിന്നെ നമ്മൾ ചറപറാന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് പരിപാടികളും കാര്യങ്ങളും പിന്നെ വേറെ കിടികിടിയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് ഇഷ്ടമാണ് അതും കൂടി ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.